മുട്ടുവേദനയും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യായാമ മുറകളുമാണ്. പല കാരണങ്ങളാൽ മുട്ടുവേദന വരാം. അമിത വണ്ണം കാരണം മുട്ടുവേദന വരാം, എന്തെങ്കിലും ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് മുട്ടുവേദന വരാം, അല്ലെങ്കിൽ ഒരേ പൊസിഷനിൽ ഇരുന്നവർക്ക് മുട്ടുവേദന വരാം. സൈഡിലോട്ട് ചെരിഞ്ഞ് കിടന്നിട്ട് മറ്റേ കാലും വേണമെങ്കിൽ മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് ഈ കാല് നേരെ മേലോട്ട് വെക്കുക. മുട്ട് മടക്കാതെ നേരെ മേലോട്ട് വെക്കുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ചൂടുള്ള സ്ഥലത്ത്, വളരെ ചൂടുള്ളൊരു ഹ്യൂമിഡിറ്റി ഉള്ളൊരു സ്ഥലത്ത് എക്സസൈസ് ചെയ്യരുത്. അങ്ങനത്തെ കുറച്ച് പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുകയും വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്ടറോട് അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. നമസ്കാരം, ഞാൻ സുനിൽ ജോർജ്, മാന ഹെൽത്തിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മുട്ടുവേദനയും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യായാമ മുറകളുമാണ്. പല കാരണങ്ങളാൽ മുട്ടുവേദന വരാം. അമിത വണ്ണം കാരണം മുട്ടുവേദന വരാം, എന്തെങ്കിലും ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് മുട്ടുവേദന വരാം, അല്ലെങ്കിൽ ഒരേ പൊസിഷനിൽ ഇരുന്നവർക്ക് മുട്ടുവേദന വരാം. അപ്പോൾ നമ്മളത് കാരണം കണ്ടുപിടിച്ച് അതിൻ്റെ പ്രിക്കോഷൻസ് പറയുകയും അതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് പറയുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സസൈസ് തുടങ്ങുകയും ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രായമായവർക്കും ചെറുപ്പക്കാരിലും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ്, വീട്ടിൽ ചെയ്യാവുന്ന എക്സസൈസുകളാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെയ്യുന്നതിന് മുന്നേ ഈ വീഡിയോ മൊത്തം കണ്ടിട്ടേ ചെയ്യാവുള്ളൂ. പോരാത്തതിന് ഓരോ എക്സസൈസിനും ചില അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം. ഫസ്റ്റ് എക്സസൈസ്, നിങ്ങൾക്ക് വീട്ടിൽ ഒരു ടവൽ എടുക്കുക. ടവൽ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു തലവണ മടക്കി വെക്കുക. വളരെ ചെറിയൊരു തലവണ വെക്കണം. എന്നിട്ട് ഈ ചിരട്ടയുടെ നേരെ അടിയിൽ, മുട്ടിൻ്റെ നേരെ അടിയിൽ വെക്കുക. വെച്ചിട്ട് ഈ കാല് കൊണ്ട് ഇതിലേക്ക് ബലം കൊടുത്തിട്ട് പാദത്തിൻ്റെ ഭാഗം പൊങ്ങുകയും വേണം. ഇത് ഇവിടെ താഴെ പ്രസ് ചെയ്യുകയും വേണം. പാദം ഇങ്ങോട്ടാക്കുകയും വേണം. ഇങ്ങനെ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് 10 പ്രാവശ്യം, തുടക്കത്തിൽ ഒരു 5 പ്രാവശ്യം ചെയ്തിട്ട് പിന്നീട് അത് 10 പ്രാവശ്യത്തിലേക്ക് മാറ്റുക. ഒന്നും കൂടെ പറഞ്ഞുതരാം. ചിരട്ടയുടെ നേരെ ഇടയിൽ ഒരു ടർക്കി ടവൽ കൃത്യമായി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് പ്രസ് ചെയ്ത് 10 സെക്കൻഡോ അല്ലെങ്കിൽ തുടക്കത്തിൽ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിന്നീട് അത് 10 സെക്കൻഡിലേക്ക് പ്രോഗ്രസ് ചെയ്ത് അങ്ങനെ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് രാവിലെയും വൈകുന്നേരമായിട്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ എക്സസൈസ്, ഇതുപോലെ തന്നെ ഒരു ടർക്കി ടവൽ എടുക്കുക. പാദത്തിൻ്റെ അടിയിൽ ഉപ്പൂറ്റിയുടെ തൊട്ടുമേളിൽ വെക്കുക. ഒരു കാല് വെക്കുക. എന്നിട്ട് കാല് മൊത്തമായിട്ട് താഴേക്ക് പ്രസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. പിന്നീട് അത് പ്രോഗ്രഷനായിട്ട് ഒരു ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് 10 പ്രാവശ്യമായിട്ട് ചെയ്യുക. മൂന്നാമത്തെ എക്സസൈസ്, ഒരു കാല് നേരെ മേലോട്ട് പൊക്കുക. ഇത് ചെയ്യുമ്പോൾ നടുവേദനയുള്ളവർ സൂക്ഷിക്കണം. നടുവേദനയുടെ തുടക്കം അല്ലെങ്കിൽ ചെറുപ്പക്കാരിലാണെങ്കിൽ കാല് മടക്കിയിട്ട് ഈ കാല് മടക്കി വെച്ചോളൂ. മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാരണം, ശ്വാസം പിടിച്ചുകൊണ്ട് ചെയ്യരുത്. ശ്വാസം നന്നായിട്ട് ഡീപ്പ് ഇൻഹെയിൽ എക്സെയിൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 10 പ്രാവശ്യം ചെയ്യുക. മൂന്നാമത്തെ എക്സസൈസ്, സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കുക. സൈഡിലോട്ട് ചെരിഞ്ഞ് കിടന്നിട്ട് മറ്റേ കാല് വേണമെങ്കിൽ മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് ഈ കാല് നേരെ മേലോട്ട് വെക്കുക. മുട്ട് മടക്കാതെ നേരെ മേലോട്ട് വെക്കുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അടുത്ത എക്സസൈസ്, കമന്ന് കിടക്കുക. കമന്ന് കിടന്നിട്ട് ഒരു കാല് നേരെ മേലോട്ട് വെക്കുക, മുട്ട് മടക്കാതെ. ഇതും ഇതുപോലെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. പിന്നെ കാല് മടക്കിയിട്ട്, മുട്ട് മടക്കിയിട്ട് കാല് മേലോട്ട് വെക്കുക. ഇതും അതുപോലെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. തിരിഞ്ഞു കിടന്നോളും. അടുത്ത വ്യായാമം, ഒരു തലവണ എടുക്കുക. ഈ ഭാഗത്ത് വെക്കുക. ഈ പൊസിഷനിലാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് കാലിൻ്റെ ഈ ഭാഗം മാത്രം പൊക്കുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇനി അടുത്ത എക്സസൈസ്, കാല് രണ്ടും മടക്കുക. മടക്കിയിട്ട് നടുക്ക് ഇതുപോലെ കട്ടിയുള്ളൊരു ടവൽ വെക്കുക. കാല് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇതും ഇതുപോലെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല കാരണങ്ങളാൽ മുട്ടുവേദന വരാം. അപ്പോൾ നമ്മൾക്ക് കാരണം അനുസരിച്ചുള്ള മസിൽസും അതിനുള്ള ബോണിൻ്റെ സ്ട്രെങ്ത്തും മസിലിൻ്റെ സ്ട്രെങ്ത്തിനും അനുസരിച്ചാണ് എക്സസൈസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ എക്സസൈസ് ചെയ്യാവുള്ളൂ. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും എടുക്കുക. എല്ലാ എക്സസൈസും ഒന്നിച്ച് ചെയ്യരുത്. നമ്മൾ ഫറ്റീഗ് ആവുന്നില്ല, ടയേർഡ് ആവുന്ന വരെ എക്സസൈസ് ചെയ്യരുത്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് എക്സസൈസ് ചെയ്യരുത്. വളരെ റിലാക്സ് ആയിട്ട് വളരെ ഫേം ആയിട്ടുള്ളൊരു സർഫേസിൽ കടന്നിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ. നന്നായി വെള്ളം കുടിക്കുകയും വേണം. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടും അതിന് മുന്നേ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം.
പിന്നെ ഒരു ചൂടുള്ള സ്ഥലത്ത്, വളരെ ചൂടുള്ളൊരു ഹ്യൂമിഡിറ്റി ഉള്ളൊരു സ്ഥലത്ത് എക്സസൈസ് ചെയ്യരുത്. അങ്ങനത്തെ കുറച്ച് പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുകയും വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്ടറോട് അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പ്രിക്കോഷൻസ് എല്ലാം എടുക്കുകയും വേണം. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ എക്സസൈസുകൾ എല്ലാം ഒന്നിച്ച് ചെയ്യരുത്. ഒന്നും കൂടെ പറയുകയാണ്, എല്ലാം റെസ്റ്റ് എടുത്ത് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് സുനിൽ ജോർജ്, മാന ഹെൽത്ത് ഫിസിയോതെറാപ്പിസ്റ്റ്.